ഇല്ലെങ്കിൽ ഞാനിപ്പോ ബഹളം വെക്കും. ഞാൻ ഇറങ്ങില്ല, ഇയാള് ബഹളം വെച്ചോ. എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ. നന്നായി, ദേഷ്യം വരുമ്പോ തന്നെ കാണാൻ കുറച്ചുകൂടി ഭംഗിയാ. വേണ്ട, ഞാൻ ബഹളം വെക്കുമെന്ന് പറഞ്ഞ ബഹളം വെക്കും. ആ എന്നാ ബഹളം വെക്കേ. ചിന്നു, ഇപ്പോ തനിക്കൊരൽപ്പം ചന്തം കൂടിയതുപോലെ. തന്നു പോകുന്നുണ്ടോ? എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ. എന്താ പറയാനുള്ളതെന്ന് വെച്ചാ പെട്ടെന്ന് പറഞ്ഞിട്ട് പോവാൻ നോക്ക്. ദേഷ്യം വരുമ്പോഴാണോ തന്നെ കാണാൻ സൗന്ദര്യം കൂടുതൽ? ഇത് പറയാനാണ് പാതിരാത്രി ഇങ്ങോട്ട് കയറി വന്നത്. ഇയാൾക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാ പറഞ്ഞു തൊലക്ക്. ആരെങ്കിലും കയറി വന്ന് തന്നെയും കൂടെ ഈ റൂമിൽ കണ്ട. എടോ, ആണിനെയും പെണ്ണിനെയും ഒരു റൂമിൽ കണ്ടെന്ന് വെച്ച് ഒന്നും സംഭവിക്കാൻ പോണില്ല. പതിവില്ലാത്ത കാഴ്ചകളാണല്ലോ രമാനിലയത്തില്. ചിലതൊക്കെ എന്തൊക്കെയോ സംശയങ്ങൾ ഉണ്ടാക്കുന്നു. എനിക്ക് രമ ചിന്നുവിനെ ഇന്നത്തെ ദിവസം ഇവിടെ താമസിപ്പിക്കുന്നതിന്റെ ഉദ്ദേശം എനിക്ക് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. എന്തെങ്കിലും ഒന്ന് കാണാതെ രമ ഇത് ചെയ്യില്ല. അതാണ് എന്റെയും പേടി. ചോദിക്കാനും പറയാനും പോലും ആരുമില്ലാത്ത കുട്ടിയാ. ചിന്നുവിന് ആരും ഇല്ലെന്ന് ആരാ പറഞ്ഞത്? ചിന്നുവിന് രണ്ടമ്മമാരാ. പെറ്റമ്മ സീതയും പോറ്റമ്മ ഈ ചന്ദ്രലേക്ക്. അതാണ് മനസ്സിന്റെ ഇപ്പോഴത്തെ ഈ ആദിയുടെ കാരണം. പേടിക്കണ്ട, ചിന്നുവിനൊന്നും സംഭവിക്കില്ല. ഈ വാക്കുകൾ എനിക്ക് വിശ്വാസമാണ്. സീത ഒറ്റയ്ക്ക. ഞാൻ ഔട്ട് ഹൗസിലേക്ക് പോട്ടെ. ആ എന്നാ ആയിക്കോട്ടെ. ദുഷ്ടൻ, ഇത്രയും നാളായിട്ട് നിങ്ങൾ എനിക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങി തന്നിട്ടുണ്ടോ? പെങ്ങൾക്ക് കൊടുക്കാൻ ഗിഫ്റ്റ് വാങ്ങി വെച്ചിരിക്കുന്നു. ഇത് ഞാൻ തരില്ല. ഇത് എനിക്ക് വേണം. ഇതെന്താ വിലപിടിപ്പുള്ള ഗിഫ്റ്റാ? ഇതിനതെന്താ അച്ഛാ? എന്തായാലും ശരി, ഇത് ഞാൻ തരില്ല. പാമ്പാടി ഉഗ്രവിഷമുള്ള ചാടില്ല. പാമ്പിനെ എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? നിങ്ങൾ പാമ്പ് പിടുത്താൻ തുടങ്ങിയോ? പാമ്പ് പിടുത്തൊന്നും അല്ലടി. ഇതേ
ആ വേലക്കാരി പെണ്ണ് ചിന്നുവിനുള്ള പണിയാ. ഇന്ന് രാത്രി ഈ വീട്ടിൽ ചിലതൊക്കെ നടക്കും. അയ്യോ അയ്യോ എന്തുവാ